Hello my dear friends, ഞാൻ സുധ. വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. വളരെ പോപ്പുലറായ ഒരു സ്നാക്കാണ് ഇന്നത്തെ വീഡിയോ. അത് വേറൊന്നുമല്ല, മൈസൂർ ബോണ്ടയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയം മാത്രം ആവശ്യമുള്ള ഈ സ്നാക്ക് അത്രയേറെ ടേസ്റ്റിയുമാണ്. 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഈ സ്നാക്ക് ഒരു ഗ്ലാസ് കാപ്പിയും ചമ്മന്തിയും ഉണ്ട്, പിന്നെ സൂപ്പറായിരിക്കും. അതുകൊണ്ട് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കഴിക്കാതെ ഈസിയായി വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കാൻ റെഡിയായിക്കോളൂ. നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ മൈസൂർ ബോണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു മിക്സി ബൗളിലൂടെ വെച്ചിട്ടാണുള്ളത്. അതിലേക്ക് ആദ്യമായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മൈദപ്പൊടിയാണ്. 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് തൈരാണ്. അത് ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അത് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് ഒരു പച്ചമുളകാണ്. ആ പച്ചമുളക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. ചെറുതായി ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയാണ്. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ഈ മാവിന് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കൂടുതൽ ഡ്രൈ ആവാതെ ഒരു സ്റ്റിക്കി ആയിട്ട് നുള്ളി ഇടുന്ന ഒരു പരുവാണ് ഇതിന് ആവശ്യമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർക്കേണ്ടി വരും ഇതിന്. ആദ്യം ഇതൊന്ന് കുഴക്കട്ടെ. മാവ് ഞാൻ കുഴച്ച് കഴിഞ്ഞു. ഇനി ഒരു വളരെ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ചേർത്തേക്കരുത്. ഇപ്പോൾ തന്നെ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ഒരല്പം വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് വേണം. അതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ചുടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് കൊടുക്കാം. ഇനി ഇത് അടച്ചു കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചുടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ മാവ് എങ്ങനെയാണ് എണ്ണയിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം, പച്ചവെള്ളമാണ്, അത് വെച്ച് കൈയൊന്ന് ഇതുപോലെ നനച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒട്ടാതെ ഈ മാവ് ഇതിൽ നിന്ന് വിടുവിക്കാൻ പറ്റുള്ളൂ. ഒന്നതിന് ശേഷം ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നേരെ ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓരോ പ്രാവശ്യം ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൈ ഇതുപോലെ വെള്ളത്തിൽ ഇതുപോലെ നനച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഒട്ടാതെ മാവ് നേരെ എണ്ണയിലോട്ടേക്ക് ഇതേപോലെ അങ്ങ് പോവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമ്മൾ ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു സാമ്പിൾ പോലെ നമുക്ക് ഇതിൽ നിന്ന് ഒരല്പം മാവെടുത്ത് ഇട്ട് നോക്കാം. പൊങ്ങി വരുവാണെങ്കിൽ കറക്റ്റായിട്ട് എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സാമ്പിളായിട്ട് ഇട്ട് കൊടുത്ത ആ മാവ് അല്പം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മീഡിയം ഫ്ലെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഓയിൽ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ സാമ്പിൾ നമുക്ക് അങ്ങോട്ടേക്ക് കോരി മാറ്റാം. ശേഷം കൈ ഇതുപോലെ വെള്ളത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് അല്പം നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത്രയും മതി. ഇതൊന്ന് ഒരു ഭാഗം റെഡി ആവട്ടെ. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമാണ് കൊടുത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമാണ് കൊടുത്തത്. ഇതൊന്ന് റെഡി ആവട്ടെ. ഗോൾഡൻ കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ച് മൈസൂർ ബോണ്ടാസ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് കോരിയെടുക്കാം.
നമ്മുടെ ഫസ്റ്റ് ബാച്ച് മൈസൂർ ബോണ്ടകളാണ്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റാണ്, ക്രിസ്പിയാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഞാൻ ഇതിലേക്ക് ഡിപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞാനുണ്ടാക്കിയ മൈസൂർ ബോണ്ടകളാണിത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ ഡിഷ് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ സിമ്പിളായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കാര്യം കൂടുതൽ സമയം മെനക്കെടാൻ നമുക്കൊന്നും അടുക്കളയിൽ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീട് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.